കടയിൽ പോകണമെന്നേയാണോ? ബാ, കുറച്ച് നാളായില്ലേ കണ്ടു, അപ്പൊ ഒന്ന് സംസാരിക്കാം. ബാ കയറി വാ. ഞാനേ ചേച്ചി ഇങ്ങോട്ട് കടയിൽ വരെ ഒന്ന് വന്നതാ, കുറച്ച് സാധനം മേടിക്കാൻ. അപ്പൊ ചേച്ചി ഇവിടെ നിന്ന് തൂക്കുന്ന കണ്ടുകൊണ്ടേ ഇങ്ങോട്ടൊന്ന് കയറിയതാ. കുറച്ച് നാളായില്ലേ, സംസാരിച്ചിട്ട് പോകാന്ന് വിചാരിച്ചു. എന്നാ വാ, വന്ന് കുറച്ചു നേരം ഇരിക്കുകയില്ലേ, നമുക്ക് കുറച്ച് സംസാരിക്കാം. ഞാനും കുറച്ച് നാളായി ഇവിടെ ഒന്ന് കണ്ടിട്ട്. വാ നമുക്ക് കുടിച്ച് സംസാരിക്കാം. പിന്നെ എങ്ങനുണ്ട്? എന്തോ ഉണ്ട് വിശേഷം? പുതിയ മരുമോളൊക്കെ വന്നിട്ട് എങ്ങനെയാ? എല്ലാം സുഖമാണോ? എന്തോ പറയാനാ ഗീതേ, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഒരു പാഷംകാരിയെ കൊണ്ടുവച്ചിട്ടുണ്ട് മോനോട്, ഒരു പണിയും ചെയ്യത്തില്ല. 24 മണിക്കൂറും ഫോണിൽ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ജ്യൂസ് കൊണ്ടുപോവാ, പാല് കൊണ്ടുപോവാ, ചായ കൊണ്ടുപോവാ, ചോറിന് കറി എന്തോ ഉണ്ട്. ജോലി ചെയ്ത് ഞാനങ്ങ് മടുത്ത്, എന്നെ കൊണ്ടങ്ങ് വയ്യങ്ങ്. അപ്പം അങ്ങനെ കഥ. ഞങ്ങളൊക്കെ വിചാരിച്ച് ആ കൊച്ചു പെണ്ണ് പാവമാണ്. ഏതാണ്ട് പാവപ്പെട്ട വീട്ടിലെങ്ങാണ്ട് കൊച്ചു പെണ്ണില്ലയോ? പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണെങ്കിൽ അടങ്ങി ഒഴുകി വീട്ടിൽ ജോലി ചെയ്യുന്നൊക്കെ പറഞ്ഞ് മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചതില്ലേ. ഇപ്പം ഇതായി അവസ്ഥ. എന്തോ ചെയ്യാനായി. ഇത് എങ്ങനെ പോയാലും എങ്ങനെയാണ് കാര്യങ്ങൾ? അവൾക്കിട്ടൊരു പണി കൊടുക്കുന്നത് എങ്ങനെയാണ് ഒന്ന് പറഞ്ഞുതരാം. അതെ ചേച്ചി, സന്ധ്യയാകുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചാൽ മതി. അവൾക്ക് കൊടുക്കാനുള്ള പണി ഞാൻ പറഞ്ഞു തരാം. അപ്പം അതനുസരിച്ച് ചേച്ചി അങ്ങ് ചെയ്തുകൊണ്ടേക്കാൻ മതി കേട്ടോ. അതോ പണിയോ? അവളെ ഞാൻ ജോലിക്ക് വിടണമെന്ന് പറഞ്ഞിരിക്കുവോ ഗീത. അപ്പോൾ ജോലിക്ക് പോകുന്ന ഭയങ്കര ഇഷ്ടം എന്ന് വിചാരിച്ചിരിക്കുവല്ലോ. അമ്മ ഇത് ജോലിയുടെ കാര്യമാണോ സംസാരിച്ചത്? ഞാൻ എന്നെ പുറത്തോട്ട് പോയിട്ട് വരാം, കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നു. ശരി മോളെ, ടാറ്റ. പോയി മേടിച്ചോണ്ട്. എൻ്റെ ചേച്ചി ആ മരുമോളെങ്ങാനും കേട്ടെങ്കിൽ ചേച്ചിയുടെ ജീവിതം കട്ടപ്പോകയായി. ഇനി ശരിയാ ഗീത പറഞ്ഞത് സത്യമാണ്. അവള് കേട്ടായിരുന്നെങ്കിൽ അവനെ കൊണ്ട് തന്നെ തല്ലിച്ചേനി. പിന്നെ ചേച്ചി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ സന്ധ്യയ്ക്ക് വിളിച്ചാൽ മതി മോളല്ലേ. അപ്പം എന്തായാലും ഞാൻ പോകട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേരം നമുക്ക് സംസാരിക്കാം. ഇനി ഇവിടെ ഇരുന്നാലേ ശരിയാവത്തില്ലേ.